ഇതാര്? എനിക്ക് മുതലാളി ഒന്ന് കാണാമായിരുന്നല്ലോ. മുതലാളി തിരക്കിലാണല്ലോടോ. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. ബുദ്ധിമുട്ടാണ്. പണിക്കരൊന്ന് പറഞ്ഞിട്ട്. വാ നോക്കട്ടെ. ഇത് ഇന്ന് തന്നെ അയച്ചേക്കണം. ശരി സർ. ആ എന്താ ശിവ? മുതലാളി, മൈക്കിൾ എവിടെയാ ഉള്ളത്? എനിക്കറിയില്ലല്ലോ. മുതലാളി ഇങ്ങനെ പറയരുത്. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? അവൻ എവിടെയാണെന്ന് മുതലാളിക്ക് അറിയാം. എനിക്ക് അവനെ തിരിച്ചു തരണം. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കഴിയുന്ന ഒരു പാവം ചെക്കനവൻ. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുതലാളി അവനോട് ക്ഷമിക്കണം. അതവിടെ നിൽക്കട്ടെ. മുമ്പൊരിക്കൽ അവന്റെ അപ്പനെ കൊന്നു എന്നും പറഞ്ഞ് നീ എന്റെ മുഖത്ത് കാറി തുപ്പിയതും എന്റെ നെഞ്ചിൽ ചവിട്ടിയതും ഓർക്കുന്നുണ്ടോ? അന്നത്തെ ആവേശത്തിന് ആരോടാ നീ അത് ചെയ്തതെന്ന് ഓർത്തില്ല. അന്ന് ഈ നാട്ടുകാർ കാണുകെ നീ എന്നെ അപമാനിച്ചതിന് എന്ത് ചെയ്താലും പകരമാവില്ല. എന്നാൽ ഒരു സന്തോഷത്തിന് ഞാൻ പറയുന്നത്, ഈ തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് നീ ചെയ്യണം. മുതലാളി പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എല്ലാറ്റിനും വരുന്നെന്റെ മൈക്കിള. എനിക്ക് അവനെ കിട്ടിയാൽ മതി. അതെ, എല്ലാവരും കേൾക്കണം. പണ്ട് ഇവൻ അറിയാതെ മുതലാളിയുടെ നേരെ കൈബന്ധിച്ചതിന് ഇപ്പൊ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുക. മാപ്പ് ചെയ്തതിനൊക്കെ മാപ്പ്. ഇനി പറയും അവനെവിടെയുണ്ട്? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണും. പിന്നൊരു കാര്യം, ചത്തിട്ടുണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് വീണ്ടും വന്ന ശിവ, അങ്ങനെയൊന്നും ഞാൻ മരിക്കില്ലടാ. ശിവാന്ന് നിനക്കൊന്ന് ഉറക്കെ വിളിക്കാൻ വരുന്നില്ലടാ. അവരുപദ്രവിച്ചപ്പോ എനിക്ക് വേദനിച്ചില്ല. മനസ്സ് നിറയെ അവളായിരുന്നു. ആര്? ഹെലൻ. അവളെ എനിക്കിഷ്ടാ. അവൾക്കെന്നെ. അതിന്റെ പേരില ഇങ്ങനെയൊക്കെ. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യ, ഞാൻ അത്രയ്ക്ക് അവളെ ആഗ്രഹിച്ചു പോയി. ശിവ, എന്റെ ചങ്ങാതിയല്ലേ നീ? ജീവനെ പോലെ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്താ മൈക്കിൾ ഇങ്ങനെയൊക്കെ? നിനക്ക് എന്നെ അറിയില്ലേ? എങ്കിൽ എനിക്ക് അവളെ വേണം, ഹെലനെ. ആന്റണിയുടെ മുമ്പിൽ നിന്ന് അവളെ നീ പിടിച്ചിറക്കിക്കൊണ്ട് വരണം. എനിക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ? നിനക്ക് വേണ്ടി ഞാൻ അവളെ കൊണ്ടുവരും. ആന്റണിയെ കൊന്നിട്ടാണെങ്കിലും. ഇത് നിന്റെ ചങ്ങാതിയുടെ വാക്കാം. ഇറങ്ങി പോടാ പന്ന റാസ്കൽ. ഇല്ലടോ, പോകുന്നെങ്കിൽ ഞാൻ ഹെലനെ കൊണ്ട് പോവൂ. എന്റെ വീട്ടിൽ കയറി വന്ന് തോന്നിയ ദിവസം കാണിച്ച ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. താ ഒരു പുല്ലും ചെയ്തിടോ. ഹെലൻ, മരണക്കിടക്കെ കിടന്ന് മൈക്കിൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, നിന്നെ കാണണമെന്ന്. നിന്നെ ആഗ്രഹിച്ചതിന്റെ പേരില് ഇയാൾ ചെയ്ത ക്രൂരതകൾ ഏറ്റുവാങ്ങിയ അവന്റെ കിടപ്പൊന്ന് കാണണം നീ. ഉള്ള കഞ്ഞിയുടെ പങ്ക് വന്നിട്ടാണെങ്കിലും അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. നിനക്ക് അതിലൊരു ജീവിതം തരും. മരിക്കോ ജീവിക്കോ എന്ന് ഉറപ്പില്ലാത്തവൻ എവിടെ നിന്നെടുത്തിട്ടാണ് ആ ജീവിതം കൊടുക്കുന്നത്? അങ്ങനെ പെട്ടെന്ന് മരിക്കില്ല മൈക്കിള്. ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല ഞാൻ അവനെ. ഹെലൻ, ഞാൻ വീണ്ടും വിളിക്കുക. നീ എന്റെ കൂടെ വാ. ഹെലൻ, അകത്ത് പോ. പൊടിയാത്ത്. പപ്പാ, എനിക്ക് പോണം. മൈക്കിളിനെ എനിക്ക് കാണണം. ഞാൻ പോവും. എടീ, എന്റെ ചങ്ങാതിക്ക് ഞാൻ കൊടുത്ത വാക്ക ഇവളവന്റെ അടുത്ത് എത്തിക്കാവുന്നു. അതിന് തടസ്സം നിന്നാണ്ടല്ലോ തൊള്ളക്ക് ഓട്ടിടും ഞാൻ. സമാന വണ്ടി എടുക്കാൻ. റെഡി. മതി. എന്തൊരു കുടിയാ ഇത്? പണിക്കരെ, അവന്മാരെന്റെ മോളെ
വീടില്ല ഞാൻ ഒരുത്തനെയും. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ആ വേലുബായിയുടെ കയ്യിലാ നമ്മുടെ മോള് ചെന്ന് പെട്ടിരിക്കുന്നത്. അരുതാത്തത് വല്ലതും സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഒക്കെറ്റിനും കാരണക്കാരൻ അവനാ, ആ ശിവൻ. അതിനൊരു വഴിയേ ഉള്ളൂ. മൈക്കിൾ നമ്മുടെ കൂടെ വരണം, മരുമകനായിട്ട്. എന്റെ മകളെ ചതിച്ചു സ്വന്തമാക്കിയവൻ എന്റെ കാൽ കീഴി വരണം. എന്നിട്ട് വേണം എനിക്കവനെ, ആ ശിവേ. അമ്മച്ചിക്കറിയാലോ, മകൾ ഒരുത്തന്റെ കൂടെ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുമ്പോ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവുന്ന ആദി, അതേ സത്യത്തെ ഞാനും കാണിച്ചുള്ളൂ. അതെല്ലാം മറന്നാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. അവൾക്ക് കർത്താവ് വിധിച്ചത് ഈ ബന്ധമാണെങ്കിൽ ഞാനും അത് അംഗീകരിച്ചല്ലേ പറ്റൂ. മോളെ, കഴിഞ്ഞതൊക്കെ മറന്നേക്ക്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പപ്പ, ഞാൻ സാരമില്ല, ഒക്കെ പുറത്തു ഈ പപ്പ. അമ്മച്ചി ഞങ്ങളോടൊപ്പം വീട്ടിലേക്ക് വരണം. വേണ്ട മോളെ, ഈ വീടും പരിസരവും വിട്ട് ഞാനും എന്റെ മോളും എങ്ങോട്ടും ഇല്ല. എവിടെ ആയാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാ മതി അമ്മച്ചിക്ക്. പോട്ടെ ജൂലി. എന്താ മൈക്കിളെ, സുഖം തന്നെയല്ലേ? ഓ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇനി വൈകിക്കുന്നില്ല. അമ്മച്ചി ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. ആ, എന്താ ശിവ, സുഖമല്ലേ? നിന്റെ ഒരു കൈ വെട്ടി ഞാൻ ആ കാറിലിട്ടിട്ടുണ്ട്. അതുപോലെ നിന്റെ അടുത്ത കൈയും ഞാൻ വെട്ടും. കാല് അങ്ങനെ ഓരോന്നായി വെട്ടി മാറ്റും ഞാൻ. എണ്ണിക്കോ നീ. ആന്റണിയാ പറയുന്നത്, എണ്ണിക്കോ. സബാന, സലോമി. പേടിക്കാനൊന്നുമില്ല, ബോധം തെളിഞ്ഞു. വിഷം അധികം ഉള്ളിൽ തട്ടിയിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തിനാ അവള് ചെയ്തത്? കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് നീ ഉറപ്പ് തന്നാൽ ഞാനൊരു കാര്യം പറയാം. എന്താ അത് പിന്നെ പറയടാ. അവള് പ്രഗ്നന്റ് ആണ്. ശിവ, സലോമി, ഞാൻ ഈ കേട്ടത് നേരാണ്. എന്റെ പൊന്നു പെങ്ങള് പഠിച്ചു എന്ന് കേട്ടത് നേരാണ്. നേരാണ്. പറയടി, ആരാവൻ? മിണ്ടാൻ പറ്റാണ്ട് പുറംകടലിൽ വളർത്തി ചാകാൻ കിടക്കുമ്പോ നിന്റെ അപ്പന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ലല്ലോടി. എന്താ നീ കാണിക്കണേ? നിന്റെ ഇടതും വലതും നിന്ന് പൊന്നുപോലെ നോക്കിയ നിന്റെ ചേട്ടന്മാരെ നീ ചതിച്ചൊരുടി മോളെ. മൈക്കിള് പറഞ്ഞ വെട്ടി തുണ്ടം തുണ്ടോക്കും നിന്നെ അവൻ. പറ, ആരവൻ? വഴക്കിനും വക്കാണത്തിനൊന്നും പോകാനല്ല. ഏതവനായാലും ശരി, അവനെ വിളിച്ചു വരുത്തി നിങ്ങളുടെ കല്യാണം മാനമര്യാദയായിട്ട് ഞാൻ നടത്തിത്തരാം. ഞാൻ പറയില്ല. എനിക്ക് അങ്ങനെ ഒരു കല്യാണവും വേണ്ട. സലോമി, നീ എന്തിനുള്ള പുറപ്പാടായത്? സാധാരണ പെൺകുട്ടികളെ പോലെ 10 മാസം ഗർഭം ചുമക്കും, പിന്നെ പ്രസവിക്കും, ഉയിലൂടെ കെട്ടിയ വളർത്തും. നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. വകതില്ലാത്ത വല്ല ബന്ധമാണെങ്കിൽ രണ്ടിനെയും വെട്ടി തുണ്ടും തുണ്ടാക്കും ഞാൻ. ഓർത്തോ?